മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവാശ്രയത്വം എന്ന വലിയ ഗുണം നമ്മളെല്ലാം നിറയപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നേഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളുണ്ടായപ്പോൾ നമ്മുടെ ദൈവവിശ്വാസത്തിന് മങ്ങലേറ്റിട്ടുണ്ടോ? പ്രിയപ്പെട്ട പലതും നമ്മിൽ നിന്ന് നഷ്ടമായപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? സഹനങ്ങൾ കൂടിയപ്പോൾ ദൈവത്തെ പഴിചാരിയിട്ടുണ്ടോ? ജീവിതത്തിൽ സഹനത്തിൻ്റെ ആഴം കൂടിയപ്പോൾ ദൈവാശ്രയത്വത്തിൻ്റെയും ആഴം കൂടിയ ചില നേഴ്സസ് സഹോദരിമാരുടെ അനുഭവ സാക്ഷ്യങ്ങളെ നമുക്ക് ശ്രവിക്കാം. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നാം എങ്ങനെയായിരുന്നു എന്ന ഒരു വിചിന്തനം കൂടി നമുക്ക് നടത്താം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ചില നേഴ്സുമാരുടെ ജീവിത സാക്ഷ്യാനുഭവങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. ഞാൻ മേരി, എൻ്റെ ജീവിത പങ്കാളി ആൻ്റണി. ഞങ്ങൾക്ക് 3 മക്കൾ. 25 വർഷമായി ഞാൻ ബഹ്റിനിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ അൽഫോൺസ സേവ്യർ, 36 വർഷമായിട്ട് ബഹ്റിലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഷൈനി, ഹസ്ബൻഡിൻ്റെ പേര് വില്യംസ്. ഞങ്ങൾക്ക് 2 മക്കൾ. 26 വർഷമായിട്ട് ബഹ്റിനിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അൽഫോൻസ് ചേച്ചി എപ്പോൾ നോക്കിയാലും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ ഓടി നടക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പള്ളിയിലും നേഴ്സസ് മിനിസ്ട്രി പ്രെയറിലും ഏത് കാര്യത്തിനും സോഷ്യൽ വർക്കിനാണെങ്കിലും ചുറുചുറുക്കോടെ മുമ്പിൽ ഓടി നടക്കുന്നത് കാണാം. ഇന്നത്തെ സാഹചര്യത്തിൽ പലരും ക്ഷീണം, ജോലി എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ മുമ്പിൽ ഓടി നടക്കുന്നതിൻ്റെ രഹസ്യം ഒന്ന് പറയാമോ? യെശയ്യാ 40:31. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരുന്നു. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അന്വർത്ഥമാണ്. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതിൽ നിന്നും കിട്ടുന്ന ശക്തിയാണ് എന്നെ ബലപ്പെടുത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നുപോയ നിമിഷങ്ങളിൽ, ഒത്തിരി നിരാശയിലേക്ക് പോകാമായിരുന്ന സാഹചര്യത്തിൽ എന്നെ കൈപിടിച്ച് നടത്തിയത് ദിവ്യകാരുണ്യ ഈശോയാണ്. എൻ്റെ ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ദിവ്യകാരുണ്യ ശക്തിയാണ് എനിക്കുള്ളത്. ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവുമൊക്കെ ഒത്തിരി അനുഭവിച്ചറിഞ്ഞ ആളാണല്ലോ ചേച്ചി. ജീവിതത്തിൽ തളർന്നുപോയ അവസരങ്ങളിൽ ഈശോ ചേച്ചിയെ ചേർത്ത് പിടിച്ച ആ നിമിഷങ്ങളെപ്പറ്റി ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ വിവാഹം കഴിഞ്ഞ് 26 വർഷമായി ഒത്തിരി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബമായിരുന്നു എൻ്റേത്. ഇടയ്ക്ക് ചില വേദനകളും സഹനങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും എടുത്തു, എങ്കിലും അതൊന്നും പ്രയോജനപ്പെട്ടില്ല. എങ്കിൽ പോലും കുഞ്ഞുങ്ങളില്ലാതിരുന്നവരെക്കാൾ ഒത്തിരി സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത്. കഴിഞ്ഞ 2008 അബുദാബിയിൽ വെച്ച് ഒരു കർസ്മാറ്റിക് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ പങ്കുചേരുവാൻ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ബഹ്റിൻ ടീമിൻ്റെ കൂടെ പോയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പും പരിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഒരു ചെറിയ ഇടവേളയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഒന്ന് പോയി ഫ്രഷായിട്ട് വാ, ഇനിയും സമയമുണ്ട് ലഞ്ച് ബ്രേക്കിനൊക്കെ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നെ കൂട്ടുകൊണ്ടുപോയി എവിടെ ഫസ്റ്റ് എയ്ഡ് റൂമിലേക്ക്. എൻ്റെ ജീവിത പങ്കാളി ആ ഗ്രൗണ്ടിലൊന്ന് വീഴുകയും അതോടെ ഒരു ചെറിയ അബോധാവസ്ഥ പോലെയായി. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് റൂമിൽ കിടത്തിയിരിക്കുമായിരുന്നു. ഞാൻ ചെന്ന് വിളിച്ചു. കണ്ണു തുറക്കുകയും ഉടനെ തന്നെ
ഒരു കൺവൾഷൻ ഉണ്ടാവുകയാണ് ചെയ്തത്. വായിൽ കൂടെ ഞൊരയും പതയും വന്ന് വല്ലാത്തൊരവസ്ഥ. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ വെച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട്, സ്ലീഹന്മാരും കുറേ ജനങ്ങളൊക്കെ എൻ്റെ ചുറ്റും നിൽക്കുന്നതായി കാണുന്നുവെന്ന്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്, ഒന്നും സംഭവിക്കുകയില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ എക്സാം ചെയ്തു. ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് എല്ലാം കൺഫ്യൂസ്ഡ് വേയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു ഞാൻ ആരെന്ന്. ഉടനെ ഷീസ് മൈ വൈഫ്. അങ്ങനെ അതുമാത്രം നോർമലായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് അവരൊരു അർജൻറ്റ് CT സ്കാൻ ചെയ്യുവാനായിട്ട് എക്സ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം കൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന അച്ഛൻ സേവനെ കാണുവാനും പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഗ്രൂപ്പിലെ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അച്ഛനോട് ഡോക്ടർ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം അന്ത്യകുദാശ കൊടുക്കുന്നു. അച്ഛനത് ഒത്തിരി വിഷമമായി. ഞാൻ എങ്ങനെ ചേച്ചിയോട് പറയുമെന്ന്. ഡോക്ടർ പറഞ്ഞു, CTയിൽ ഒത്തിരി സിവിയർ ബ്ലീഡിംഗ് ആണ് കാണിക്കുന്നത്, ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തായിരുന്നാലും അച്ഛൻ എന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥനയോടൊപ്പം അന്ത്യകുദാശം കൂടെ കൊടുക്കട്ടെ എന്ന്. മറ്റൊന്നും എനിക്കപ്പോൾ തോന്നിയില്ല. പ്രാർത്ഥിക്കുകയും അന്ത്യകുദാശ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കുന്നു, ആത്മാക്കൾക്ക് രക്ഷ കിട്ടുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന്. അതിനുശേഷം ICUയിലേക്ക് ആളെ മാറ്റുകയാണ് ചെയ്തത്. അവിടെയും ദൈവത്തിൻ്റെ ഒത്തിരി കരുതലും പരിപാലനയുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ICUയിലുണ്ടായിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിന് ശേഷം, നൗ ഹീ നീഡ് യുവർ പ്രസൻസ്. നമുക്കറിയാമല്ലോ ICUയിൽ ആരെയും ഇരുത്തുകയില്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിൻ്റെ എത്ര കരുതലാണ് എന്നോട് കാണിച്ചതെന്ന്. ആ 3 ദിവസവും എൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിച്ചു. 3 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3rd ഡേയിൽ അത് കഴിഞ്ഞു. രാത്രി 10 മണിയോടുകൂടി എല്ലാവരും അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. രാത്രി 2 മണിയോടുകൂടി എൻ്റെ ജീവിത പങ്കാളി എന്നോടും ഈ ലോകത്തോടും വിട പറഞ്ഞു. അപ്പോൾ ഞാൻ അനുഭവിച്ച ആ വേദന, എന്നെ തളരാതെ താങ്ങി നിർത്തിയത് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയാണ്. നേരം വെളുത്തു. ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതിൻ്റെ പേപ്പർ വർക്കുകൾ ആരംഭിച്ചു. നമുക്കറിയാമല്ലോ, വിദേശത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞെന്നാൽ ബോഡി നാട്ടിലെത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി പേപ്പർ വർക്കുകളുണ്ട്. നമ്മുടെ നാടല്ല, വിദേശം തന്നെയുമല്ല, 3 ദിവസത്തെ അവധിയായിരുന്നു. എങ്കിൽ പോലും ദേവദൂതന്മാരെ അയച്ചുകൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിച്ചു. വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകുവാൻ സാധിച്ചു. ഈ 3 ദിവസത്തെ കോൺഫറൻസ് സമയത്തും ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് 2000-ലധികമുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റു പ്രോഗ്രാമുകളൊക്കെ നടന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈശോയുടെ ആ കരുതൽ, ആ സ്നേഹം എന്നെ താങ്ങി നിർത്തിയത് ദിവ്യകാരുണ്യ ഈശോ മാത്രമാണെന്ന്. അതെ, പ്രഭാഷകൻ 2:5 ഇപ്രകാരം പറയുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. അത് നമ്മൾ ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. മേരി ചേച്ചി, ചേച്ചിയുടെ അനുഭവത്തിലും ദൈവം ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും ഷൈനി. എൻ്റെ ജീവിത പങ്കാളി ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ വലത് കാലിലെ തള്ളവിരലിൽ ഷൂ ബൈറ്റായിട്ട് ഒരു മുറിവുണ്ടായി. പിന്നീട് പനിയും കാലിൽ നീരുമായി. അതിനുവേണ്ടി ചികിത്സക്കായി ഞങ്ങൾ ആശുപത്രിയിൽ പോയിരുന്നു. ഡോക്ടേഴ്സ് കണ്ടു, പരിശോധനകളെല്ലാം നടത്തി. ആദ്യമേ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന്. പിന്നീട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് കൂടി ചെയ്ത് ആ റിപ്പോർട്ടിൽ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ പോയി എല്ലാ ദിവസവും മുറിവിന് ഡ്രസ്സിങ് ചെയ്താൽ മതി. വീട്ടിൽ കഴിക്കാനുള്ള ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സും പിന്നീട് ക്ലിനിക്കിൽ വന്ന് കാണുവാനുള്ള അപ്പോയിൻമെൻറ്റും തന്നു. എന്നിരുന്നാലും ചികിത്സ കൂടുതൽ ഫലപ്രദമാകാനായി ഒരു ഡോസ് ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്
IV ഡ്രിപ്പായി എടുക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി അലർജി ടെസ്റ്റ് ചെയ്തു. അത് നെഗറ്റീവായി കണ്ടു. അവർ അതിനുശേഷം IV ഡ്രിപ്പായി ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഞാനാകട്ടെ ആ സമയത്ത് വീട്ടിൽ വന്ന് കഴിക്കുവാനുള്ള മരുന്നും ഡിസ്ചാർജ് പേപ്പേഴ്സ് എല്ലാം വാങ്ങി വെച്ചു. കാരണം IV ഡ്രിപ്പ് തീർന്നാൽ വീട്ടിൽ പോകാമല്ലോ. മരുന്ന് പോയിക്കൊണ്ടിരുന്നു. അത് തീരാറായ അവസരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എന്ന്. ഞാൻ നോക്കി നിൽക്കെ തന്നെ അത് ചുമയും വല്ലാത്ത ശ്വാസമുട്ടലുമായി മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പോയിക്കൊണ്ടിരുന്ന മരുന്നിൻ്റെ അലർജിയാണെന്ന്. ഞാൻ IV ഡ്രിപ്പ് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും ആൾ ഒത്തിരി സിക്കായി മാറിയിരുന്നു. ഡോക്ടേഴ്സ് ഉടനെ എമർജൻസി കെയറിന് വേണ്ടി എമർജൻസി കെയർ റൂമിലേക്ക് മാറ്റി. അപ്പോൾ വെളുപ്പിന് സമയം 4 മണി. ഞാൻ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നൊക്കെ ഓർത്ത് പരിഭ്രമിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. എന്നിരുന്നാലും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ബലം. ഞാൻ എൻ്റെ കയ്യിലിരുന്ന കൊന്തയെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ ആത്മധൈര്യം അത് വളരെ വലുതായിരുന്നു. അല്പസമയത്തിന് ശേഷം എന്നെ ജീവിത പങ്കാളിയെ കാണാൻ എമർജൻസി കെയർ റൂമിലേക്ക് അനുവദിച്ചു. ഞാൻ ചെല്ലുമ്പോഴേക്കും ആളെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. മുഖവും ദേഹവുമൊക്കെ ആളെ കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം നീര് വെച്ച് വീർത്തിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇൻറ്റുബേഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന്. കാരണം എൻഡോട്രക്കൽ ട്യൂബ് ഇടാൻ പറ്റാത്ത വിധം ശ്വാസനാളം നീര് വെച്ചിരുന്നു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ജപമാല എടുത്ത് പ്രാർത്ഥിച്ച നിമിഷത്തിലായിരിക്കണം ആ ഇൻറ്റുബേഷൻ അവിടെ സാധ്യമായതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ഇൻറ്റുബേഷൻ ആ സമയത്ത് അവിടെ നടന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുമായിരുന്നു. ബ്ലഡ് പ്രഷറും വളരെ താഴ്ന്ന നിലയിലായിരുന്നു. ഡോക്ടേഴ്സ് എമർജൻസി ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞാനാകട്ടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്തയിലെ കുരിശുരൂപം കൊണ്ട് ആളുടെ നെറ്റിയിലും നെഞ്ചത്തും കുരിശു വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആളൊന്നനങ്ങി. അപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. കൂടുതൽ പരിചരണത്തിനായി ICUയിലേക്ക് മാറ്റി. അതിനിടയിൽ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഒത്തിരി ദൈവമക്കൾ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സങ്കീർത്തനം 18:6 പറയുന്നു, കഷ്ടതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തോട് ഞാൻ എൻ്റെ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. തീർച്ചയായും എൻ്റെ അപേക്ഷ അവിടുത്തെ ആലയത്തിൽ നിന്നും കേട്ടു. ആ പ്രാർത്ഥനയുടെ ഫലം അടുത്ത മണിക്കൂറുകളിൽ ഞാൻ അനുഭവിച്ചറിയുകയായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയിൽ കണ്ട ഫാസ്റ്റ് റിക്കവറി അത് അത്രമാത്രമായിരുന്നു. ഡോക്ടേഴ്സിന് പോലും അത്ഭുതകരമായിരുന്നു ആ മാറ്റം. പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് വൈകുന്നേരം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ തക്കവണ്ണം സൗഖ്യം പ്രാപിച്ചിരുന്നു. പിറ്റേ ദിവസം വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം ആരോഗ്യം വീണ്ടും തന്നിരുന്നു. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന്. മേരിയുടെ ജീവിതാനുഭവത്തിൽ നാം കണ്ടു, വിശ്വസിച്ചെന്നാൽ നീ ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്യുമെന്ന്. ഷൈനിയുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങളുണ്ടാകുമല്ലോ, ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും ചേച്ചി. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന ഒരു വലിയ സമ്മാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ആദ്യത്തെ 3 മാസം കുഴപ്പമൊന്നുമില്ലാതെ പോയി. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. ആ ചിക്കൻ പോക്സ് വന്നതും എനിക്ക് ബ്ലീഡിങ് ആയി. ആ ബ്ലീഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയല്ല, അത് നല്ല ഒരു സൈനല്ല എന്ന്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു വേണ്ട, അത് തുടർന്നുകൊണ്ട് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെത്താനെ അത് അബോർഷനായിപ്പോയി. വീണ്ടും 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ആ പ്രഗ്നൻസി 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു പനി കയറി വന്നു. ആ പനിയിൽ ഞാൻ അഡ്മിറ്റായി. കാലിൻ്റെ മുട്ടിന് 2ഉം നീര് വെച്ചു. ആ നീരോടുകൂടി പിന്നെ അത് കഴിഞ്ഞ് അതും അബോർഷനായിപ്പോയി. അങ്ങനെ 2 അബോർഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകാതായി. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആ ട്രീറ്റ്മെൻറ്റിനും ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്തു നോക്കാനുള്ള ഒരു കീഹോൾ സർജറി, ഒരു ലാപ്രോസ്കോപ്പി ഒന്ന് ചെയ്ത് നോക്കാം. ആ ലാപ്രോസ്കോപ്പിയിൽ യൂട്രസിനോ ട്യൂബിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബ്ലോക്ക് ഉണ്ടോ എന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ലാപ്രോസ്കോപ്പിക്ക് വിധേയമായി. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന്. പിന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ ആ വർഷത്തെ 8 നോമ്പിൻ്റെ സമയത്ത് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തീരുമാനിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ നിയോഗത്തിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി 8 നോമ്പ് 8 ദിവസവും ഞങ്ങൾ നോമ്പെടുത്ത് ഈ നിയോഗം വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. ആദ്യത്തെ 3 മാസം ലീവ് എടുത്ത് വീട്ടിലിരുന്നു. അതിനുശേഷം 3-ാമത്തെ മാസം ഞാൻ ജോയിൻ ചെയ്ത ദിവസം അതേ ദിവസം തന്നെ എനിക്ക് പനി കയറിക്കൊണ്ട് പഴയതുപോലെ തന്നെ. അവിടുന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സാധാരണത്തെ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ അവരെന്നെ IV ആൻറ്റിബയോട്ടിക്സ് തന്നു. ആ ഒരു ആൻറ്റിബയോട്ടിക് 2 ദിവസം കൊണ്ടും എൻ്റെ പനി കുറഞ്ഞില്ല. രണ്ടാമത് വീണ്ടും വേറെ മാറി ആൻറ്റിബയോട്ടിക് തന്നു. അതിലും ഫലമൊന്നും കണ്ടില്ല. 3-ാമത് സ്ട്രോങ് ആയിട്ടൊരു ആൻറ്റിബയോട്ടിക് തന്നു. അതിലെൻ്റെ പനി കുറഞ്ഞു. അപ്പോഴും ഡോക്ടേഴ്സിന് സംശയമായി. 3 മാസമായതേ ഉള്ളൂ, 3 സ്ട്രോങ് ആൻറ്റിബയോട്ടിക് എടുത്തതാണ്, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് അവരും സംശയിച്ചു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പൂർണ്ണമായി ദൈവത്തിൽ അർപ്പിച്ചു. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. കർത്താവ് തന്ന ദാനം എന്തു തന്നെയാണെങ്കിലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ആ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയതിന് ശേഷം ആദ്യത്തെ ആ 9 മാസവും പിന്നെ എനിക്ക് ഒരു സിക്ക് ലീവ് പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഡെലിവറിയുടെ സമയം വരെ ഞാൻ ജോലി ചെയ്തു. ഡെലിവറിയുടെ സമയമായപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിച്ചു നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒരു 6 ദിവസം മുമ്പേ അഡ്മിറ്റ് ചെയ്തിട്ട് വേദന തരാനുള്ള മരുന്ന് തന്നിട്ട് വേദന ഉണ്ടാക്കിയിട്ട് പ്രസവം എടുക്കാമെന്ന്. അങ്ങനെ അവർ മരുന്ന് തന്നു. മരുന്ന് തന്നതേ എനിക്ക് അതികഠിനമായ വേദന തുടങ്ങി. എൻ്റെ കൂടെ ആ വാർഡിൽ അവിടെ കിടക്കുന്ന വേറെ രോഗികൾ 2 ദിവസമായിട്ട് കിടക്കുന്നവരുണ്ട്, 1 ദിവസമായിട്ട് കിടക്കുന്നവരുണ്ട്. അങ്ങനെ അവർക്ക് വേദനയുടെ മരുന്ന് കൊടുത്തിട്ടൊന്നും വേദന ഇല്ലാത്തവരാണ്. എനിക്ക് ആദ്യത്തെ ഡോസ് തന്നതേ ഭയങ്കരമായിട്ട് വേദനയായി. ഉടനെ തന്നെ അവരെന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. ലേബർ റൂമിൽ 2 മണിക്കൂറോളം ഞാൻ അതികഠിനമായ വേദന അനുഭവിച്ചു. ആ വേദനയുടെ കാഠിന്യം കണ്ടിട്ട് ഡോക്ടേഴ്സ് വന്ന് കുഞ്ഞിൻ്റെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, ഹൃദയമിടിപ്പ് നോക്കുവാൻ അവർ നോക്കി. ഇന്നത്തെ പോലെ അന്ന് ആ ലേബർ റൂമിൽ ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ഡോക്ടർ ചെക്ക് ചെയ്തതും ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് എത്രയും പെട്ടെന്ന് താഴോട്ട് പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേറൊരു സിസേറിന് വേണ്ടി ഒരു രോഗിയെ അവിടെ തയ്യാറാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് എമർജൻസി ഓപ്പറേഷൻ ആയിരുന്നില്ല, സാധാരണ പോലെ അവർ പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ ആയിരുന്നു. ആ രോഗിയെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ടേബിളിലേക്ക് മാറ്റി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്തു. അന്ന് ആ പീഡിയാട്രിഷ്യൻ, ആ ശിശുരോഗ വിദഗ്ധൻ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. 5 മിനിറ്റ് കൂടി ഇവർ സിസേറിയൻ ചെയ്യാൻ താമസിച്ചിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിനെ ലഭിക്കുകയില്ലായിരുന്നു എന്ന്. സങ്കീർത്തനം 127:3 പ്രകാരം പറയുന്നു, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. അതെ, ആ ഉദരഫലം ഏറ്റുവാങ്ങാൻ ദൈവം എന്നെ ഇടയാക്കി. ആ മകൾക്ക് ഞങ്ങൾ ആൻ മേരി എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ദൈവം ഒരു മകനെ കൂടി ഞങ്ങൾക്ക് നൽകി. മകൻ്റെ പേര് ഡേവിഡ്. മനുഷ്യനാൽ അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധ്യം. ഈ ശക്തമായ വചനം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്ന്. അത് വീട്ടിൽ എല്ലാ ദിവസവും ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത അപ്പോയിൻമെൻറ്റിന് ക്ലിനിക്കിൽ ചെന്ന ദിവസം ഡോക്ടർ കണ്ടു, മുറി പരിശോധിച്ചിട്ട് പറഞ്ഞു, ആ കാലിലെ വിരൽ മുറിച്ച് കളയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കാലിലേക്ക് മുഴുവൻ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ടെന്ന്. ഡോക്ടർ മുറിവ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തു നിന്നും ദ്രവിച്ച എല്ലിൻ്റെ തരികളാണ് മാറ്റിക്കൊണ്ടിരുന്നത്. ജീവിത പങ്കാളി ഇത് കണ്ടിട്ട് മാനസികമായി ഒത്തിരി വിഷമത്തിലായിരുന്നു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ജീവൻ തിരിച്ചു കിട്ടിയത് ഇനിയും ഇത് അനുഭവിക്കാൻ കൂടിയാണോ എന്ന്. അഡ്മിറ്റ് ചെയ്തു, മരുന്നും ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ഞാനാവട്ടെ ഒന്നിനു പുറകെ ഒന്നായി വന്ന ഈ പ്രതിസന്ധികളിലും തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജപമാല ചൊല്ലിയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും നേഴ്സസ് മിനിസ്ട്രിയുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-ാം ദിവസം ഡോക്ടർ വന്നു.
പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. 3-ാം ദിവസം ഡോക്ടർ വന്നു മുറിവ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഒരു മിറക്കിളായി കാണപ്പെടുന്നു. അത്രയ്ക്ക് മുറിവ് ഭേദപ്പെട്ടു. അന്ന് തന്നെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. ആളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഇനിയും മുറിവ് പൂർണ്ണമായി ഉണങ്ങാൻ എത്ര നാളെടുക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാസങ്ങളോളം എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ജെറമിയ 30:17 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും മുറിവ് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ അങ്ങയുടെ തിരുരക്തമൊഴുക്കി ഈ മുറിവൊന്ന് സൗഖ്യപ്പെടുത്തണേ എന്ന്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ആ മുറിവ് ഡോക്ടേഴ്സ് പറഞ്ഞു മുറിച്ച് കളയണമെന്ന് പറഞ്ഞതും ഒത്തിരി നാൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടും 1 മാസം പോലും സമയമെടുക്കാതെ തന്നെ ആ മുറിവ് പരിപൂർണ സൗഖ്യം പ്രാപിച്ചു. ആ മുറിവിൻ്റെ ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ പരിപൂർണ സൗഖ്യമാണ് കർത്താവ് തന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് എന്നും നന്ദിയുള്ളവരായിരിക്കും. അതിന് പകരം വയ്ക്കാൻ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കൂടുതലായി കടന്നുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാൻ തീരുമാനിച്ചു. യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവന്മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യം നൽകി. എത്രയോ അർത്ഥവത്തായ വചനമാണ് മേരിയുടെ ജീവിതത്തിലൂടെ നാം കണ്ടത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഈശോ ഇടപെട്ട നിമിഷങ്ങളാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടിന് ശേഷം 6 മാസത്തോളം ഞാൻ എൻ്റെ അനുജൻ്റെ കുടുംബത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ വിശുദ്ധ നാട് സന്ദർശിക്കുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അവിടെ വെച്ച് ലാസറിൻ്റെ കുഴിമാടത്തിലിറങ്ങുവാനും അവിടെ വെച്ച് ഹൃദയം പൊട്ടി കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, മരിച്ച ലാസറിനെ നീ ഉയർപ്പിച്ചു. എൻ്റെ ജീവിത പങ്കാളി 3 ദിവസം ICUവിലായി വെന്റിലേറ്ററിൽ കഴിഞ്ഞിട്ട് നീ ഒന്ന് സ്പർശിച്ചില്ലല്ലോ, സുഖപ്പെടുത്തിയില്ലല്ലോ എന്ന് പരാതിയോടുകൂടി കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തു തന്നെയായിരുന്നാൽ ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് ആ വേർപാടിൻ്റെ വേദന അതോടുകൂടി പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എത്രമാത്രം കരുതലാണ് നമുക്ക് നൽകുന്നത്. റോമർ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ശരിക്കും അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി അന്വർത്ഥമാണ്. ഇതിന് ശേഷം വേദനിച്ച് കഴിയുന്ന, വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്ന മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതോടൊപ്പം മക്കളില്ലാത്തവരുടെ ദമ്പതിമാരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും സ്വാന്തനപ്പെടുത്തുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് നൽകി. തന്നെയുമല്ല, വിശുദ്ധ നാടിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഭവനത്തിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും താമസിച്ചിരുന്ന അതേ ഭവനത്തിൽ ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് പേടിയില്ലേ എന്ന്. പക്ഷേങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, എനിക്ക് കൂട്ടിന് എൻ്റെ ഈശോയുണ്ട്, മാതാവുണ്ട്, അവരുടെ സംരക്ഷണം എപ്പോഴും എനിക്കുണ്ട്. ആ സമയങ്ങളിലാണ് ഇവിടെ നേഴ്സസ് മിനിസ്ട്രി രൂപീകരിച്ചത്. അപ്പോൾ അതിൽ ഒരംഗമായി മാറുവാനും ഉത്തരവാദപ്പെട്ട ഒരു ചുമതല ഏറ്റെടുക്കുവാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ദൈവം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്ന എൻ്റെ ജീവിതം, എൻ്റെ സമയത്തെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ സമ്പത്തിനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുവാനുള്ള ഒരു പുതിയ തീരുമാനം ഞാൻ എടുത്തു. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നേഴ്സസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുവാനും ഉള്ളൊരു കൃപയും ദൈവം എനിക്ക് നൽകി. അതെ, നമ്മുടെ ദൈവം രോഗികൾക്ക് വൈദ്യനാണ്, അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷണവുമാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അത് നമ്മളുടെ ജീവിത സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുന്ന നമ്മുടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും
പുറത്താരും അറിയാത്ത കയ്പ് നിറഞ്ഞ ചില വശങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളായോ, സാമ്പത്തിക പരാധീനതകളായോ, രോഗപീഠകളായോ, മേലധികാരികളിൽ നിന്നുള്ള മാനസിക പീഡനങ്ങളായോ, സഹപ്രവർത്തകരിലും രോഗികളിലും നിന്നുള്ള വാക്കുകൾ കൊണ്ടുള്ള മുറിപ്പെടുത്തലായോ ആ കയ്പുനീർ നാം കുടിക്കുന്നുണ്ടാവും. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവിടത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സഹനത്തിൻ്റെ ഈ കയ്പുനീർ കുടിക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ കരുതലും താങ്ങും തണലും എന്നും അവർക്കുണ്ടാകും. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദർശിക്കും. ഈശോയുടെ കരുതലും ലാളനയും അവർ എന്നും അനുഭവിക്കും. ഈ നേഴ്സുമാരിലൂടെ നാം കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങളെ ഈശോയോട് പങ്കുവയ്ക്കാം. അത് നമ്മെ ഈശോയോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളായി മാറട്ടെ. സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധിയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.